നീ എവിടെ പോകുന്നു? ഞാൻ എന്റെ വീട് വരെ. അത്യാവശ്യം. എന്താ അത്യാവശ്യം? ഇത്തരം അത്യാവശ്യങ്ങള് ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാ. ഗർഭിണികളായ പെൺകുട്ടികള് അങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്തു പോകാൻ പറ്റില്ല. നീ അകത്ത് പോകാൻ. ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടാ പോകുന്നേ. അത് കലക്കി തള്ളൊന്ന് വിളറി. പെൺകിളി പോയി. ഈ ആൺകിളി നോക്കുന്നത് ആ പെൺകിളിയെ തന്നെയാണോ? ഇതിലൊരു ചുറ്റിക്കളി ഉണ്ടല്ലോ. എങ്ങോട്ടാ യാത്ര? യാത്രയോ? എന്ത് യാത്ര? ഒരാൾ ടാക്സിയിൽ, മറ്റേയാൾ ബൈക്കിൽ. എന്താ ഇത്? ആവശ്യമില്ലാത്ത അപവാദം പറഞ്ഞ് പരത്തിയാലുണ്ടല്ലോ. പരത്തില്ലല്ലോ, പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആർക്കും ഡൗട്ട് അടിക്കുമെന്നുള്ളത് സ്വാഭാവികമാ. ഈ യാത്രയ്ക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? അതെ, മഞ്ഞപ്പിത്തുള്ള കണ്ണുകളോട് നോക്കിയാൽ എല്ലാം മഞ്ഞളി ചെന്നൈയിരിക്കും. നിനക്കെന്തോ ഒരു അസുഖമുണ്ട്. ബാലചികിത്സ അത്യാവശ്യം. ഒരു പീഡിയാട്രിഷനെ പോയി കാണും. ചികിത്സ വേണ്ടതേ ആ പോയ കുരുവികൾക്കാ. രോഗം ഞാൻ കണ്ടുപിടിക്കും, ചികിത്സ നടത്തുകയും ചെയ്യും. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ആദ്യം ഡോക്ടറെ കാണാം. വാ. അവൻ ഇങ്ങോട്ടാണല്ലോ കേറിപ്പോയത്. ഇപ്പൊ എങ്ങോട്ട് പോയി? നിക്ക്. ആ സ്കൂട്ടർ എടുത്ത് ആ പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റി വെക്ക്. നാശം. ഇവരിത് എങ്ങോട്ട് മുങ്ങി?
എത്ര നാളായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ ഡോക്ടർ. എനിക്ക് തുടർന്ന് പഠിക്കണമെന്നുണ്ട് ഡോക്ടർ. ഞാനതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാ ഡോക്ടർ, ശരിക്കും ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല ഡോക്ടർ ഇതിൽ. ഞങ്ങൾക്കിത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. ഞങ്ങളിപ്പോ ഒരു കുട്ടിയെ വളർത്താനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല. അതുകൊണ്ട് ഈ പ്രഗ്നൻസി എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്ത് തരണം ഡോക്ടർ. സാധാരണ ഞാൻ അബോർഷനെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാ. എങ്കിലും എനിക്കും എന്റെ ഫാമിലിക്കും വേണ്ടപ്പെട്ട ഒരാളാ നിങ്ങളുടെ കൂടി ഫ്രണ്ടായ മിസ്റ്റർ രഞ്ജിത്ത്. രഞ്ജിത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കാണാമെന്ന് സമ്മതിച്ചത്. ഇപ്പൊ ചെയ്യുന്ന ഈ അബോർഷൻ കൊണ്ട് ഭാവിയിൽ ഒത്തിരി ആഫ്റ്റർ ഇഫക്റ്റുകൾ ഉണ്ടാവാം. ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങൾക്കൊരു കുട്ടി വേണമെന്ന് തോന്നിയാൽ പോലും നിങ്ങളുടെ മോഹം സാധിക്കാതെ വരും. ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട് ഇതിന്, അതിപ്പോഴേ അറിഞ്ഞിരിക്കണം. ഡോക്ടർ, അന്നേരം അതിനൊക്കെ പലതരം ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവില്ലേ? എങ്ങനെയെങ്കിലും ഡോക്ടർ എൻ്റെ പ്രഗ്നൻസി ഒന്ന് അബോർട്ട് ചെയ്ത് തരണം. പ്ലീസ് ഡോക്ടർ, പ്ലീസ്. ദൈവമേ, ഇവിടെ സ്വന്തം കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കൊല്ലാൻ പോവാണോ? ഈ വിവരം ഇപ്പൊ ACP അറിയിക്കണം. സത്യം തുറന്നു പറഞ്ഞ അത് ആപത്താവുമല്ലോ. വെറുതെ അവരുടെ കുടുംബം കലക്കണ്ട. മറ്റൊരു നുണ പറയാം. സർ, ആ ഫോൺ തരുമോ? ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു ബന്ധുവിനെ വിളിക്കാനാ. എന്റെ മൊബൈലിൽ ചാർജ് തീർന്നു, ഓഫായി പോയി. തരുമോ? ആ, താങ്ക് യു. ഹലോ, മിസ്റ്റർ ACP സർ അല്ലേ? അതെ. സർ, ഞാൻ TG ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറാണ് വിളിക്കുന്നത്. എൻ്റെ പേര് പ്രിയാമണി. ആ, കാര്യം പറയൂ. സർ, ഈ ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. വാട്ട്? സർ, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ഹലോ ഹലോ ഹലോ. താങ്ക് യു. ആ, ശരി. ഡ്രൈവർ, നമുക്ക് TG ഹോസ്പിറ്റലിലേക്ക് പോവാം. ക്വിക്ക്, ഫാസ്റ്റ്. ശരി ശരി, നമുക്ക് വേണ്ടത് ചെയ്യാം. ആദ്യം ചെറിയ ചില ടെസ്റ്റുകളൊക്കെ നോക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ദാ, ഇത് ലാബിൽ കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ശരി.
സോറി, നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. ഡോക്ടർ, എന്താ കാര്യം? ഈ പ്രഗ്നൻസി ഒരു കാരണവശാലും അബോർട്ട് ചെയ്യാൻ സാധ്യമല്ല. മാസം കഴിഞ്ഞ പ്രഗ്നൻസി അബോർട്ട് ചെയ്യാന്ന് പറഞ്ഞ അത് തന്നെ റിസ്കാ. അത് മാത്രമല്ല, ഈ കുട്ടിയുടെ യൂട്രസിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് അബോർഷനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. ഇപ്പൊ അബോർഷൻ നടത്തിയ പിന്നെ അത് ജീവന് തന്നെ ആപത്താ. ചില കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ തീരുമാനം അംഗീകരിക്കുക. തൽക്കാലം ഈ കുഞ്ഞിനെ സ്വീകരിക്കുക, അതല്ലാതെ വേറൊരു മാർഗവുമില്ല. ചില മരുന്നുകളൊക്കെ കഴിക്കണം, ഞാൻ കുറച്ചു തരാം. മരുന്ന് കഴിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരണം. ഈ മൈഥിലി ചേച്ചി എവിടെ പോയി? ആ, കണ്ടവന്റെ കൊച്ചിനെ ചുമക്കാനായിരിക്കും വിധി. അനുസരിക്കാം. ഈ മൈഥിലി ചേച്ചി എവിടെ പോയി? ഇവളിപ്പൊ തന്നെ അബോർഷൻ നടത്തുവോ? ദൈവമേ, ACPയുടെ കുഞ്ഞിനൊരു ആപത്തും വരത്തില്ലേ? വിശാഖോ, ഇവനെന്താ ഇവിടെ? ധൃതി വെക്കാതെ നമുക്ക് ഉടനെ പോവാം.
ആർത്തിക് അല്ലടാ, കാർത്തിക്. അതെ, എന്റെ നാക്കൊന്ന് ഉടക്കിയതാ. നീ എന്താ പൂങ്കുല കാറ്റത്താടുന്ന പോലെ നിന്ന് വിറയ്ക്കുന്നത്? ദൈവമേ, കാർത്തിക് ഞങ്ങൾ ഒരുമിച്ച് കണ്ടോ? ഇന്നുകൊണ്ട് എല്ലാം അവസാനിക്കുമല്ലോ. നിനക്കെന്താടാ ഇത്ര ടെൻഷൻ? ഏയ് ഇല്ല, അത് കാർത്തിക്കിന് വെറുതെ തോന്നിയതായിരിക്കും. നീ എന്താ ഇവിടെ? അത് എൻ്റെ ഒരു സുഹൃത്തിന് ചെറിയൊരു ബൈക്ക് ആക്സിഡന്റ്. ഞാൻ അവനെയും കൊണ്ട് വന്നതാ. അവൻ്റെ കൂടെ ആരുമില്ല. ഞാൻ ബില്ലടയ്ക്കാൻ വന്നതാ. എന്റെ ഹെൽപ്പ് വല്ലതും വേണോ? അയ്യോ, അതൊന്നും വേണ്ട. ശരി. ദൈവമേ, ഈ മൈഥിലിയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോയാലും കാട്ടു ചെന്നായെ പോലെ ഇവൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. മൈഥിലിയാണോ അവിടെ നിന്നത്? ദൈവമേ, അയാൾക്ക് മനസ്സിലായി എന്നാ തോന്നുന്നു. ഏത് നേരവും മൈഥിലിയെ കുറിച്ചാണല്ലോ ചിന്ത. എനിക്ക് തോന്നിയതായിരിക്കും. രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി? ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഞാനത് പറഞ്ഞു തരാം. കാർത്തികേട്ടാ, മൈഥിലിയോ? അപ്പോ എന്റെ ഊഹം ശരിയായിരുന്നു. ഏയ് ഓടണ്ട, ഈ സമയത്ത് ഓടരുത്. പതുക്കെ നടന്നു വന്നാ മതി. നമ്മുടെ മനസ്സുകൾ തമ്മിൽ എന്തൊരൈക്യം. ഞാൻ കാർത്തികിനെ വിളിക്കാൻ ഒരുങ്ങുമായിരുന്നു. അപ്പൊ ദേ കാർത്തി എന്റെ മുന്നിൽ. നീ എന്താ മൈഥിലി ഇവിടെ? ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വേഗം തിരിച്ചു വരാന്ന് വെച്ച് ഇറങ്ങിയതാ. അപ്പോ ഇടയ്ക്ക് വെച്ചൊരു അസ്വസ്ഥത. എന്നാ പിന്നെ ഡോക്ടറിനെ കണ്ടേക്കാന്ന് കരുതി. എന്നിട്ട് ഡോക്ടറെ കണ്ടോ? കണ്ടു, കുഴപ്പമൊന്നുമില്ല. അത് പോരാ, വാ ഗൈനക്കോളജിസ്റ്റിനെ ഒന്നുകൂടി കാണാം. വേണ്ട കാർത്തി, ഒരു കുഴപ്പമില്ല. ഒരു ഇഞ്ചക്ഷൻ തന്നു. നിന്നോട് ഒറ്റയ്ക്ക് പോരുതെന്ന് പറഞ്ഞതല്ലേ മൈഥിലി? നീ ധിക്കാരം കാണിച്ച എന്തിനാ? നീ നീ വൈശാഖിനെ കണ്ടായിരുന്നോ? അവൻ എന്തോ കാര്യത്തിന് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടില്ല. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത് വീട്ടിൽ കൊണ്ടുപോയി ആക്കാന്ന് കേട്ടില്ല. ശരി, വാ പോവാം. ഇവളും ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ. അപ്പോൾ അണിയറയിൽ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ടല്ലോ.